ലഹരി കേസുകൾ വർദ്ധിക്കുന്ന കോഴിക്കോട് താമരശ്ശേരിയിൽ എക്സൈസിന് വാഹനമില്ല. കാലാവധി കഴിഞ്ഞതോടെ ഉണ്ടായിരുന്ന ഏക വാഹനം കട്ടപ്പുറത്തായി. പുതിയ വാഹനത്തിനായി അപേക്ഷ നൽകിയിട്ടും നടപടിയില്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 2 കൊലപാതകം, MDMA വിഴുങ്ങി മരണം എന്നിവ സംഭവിച്ച താമരശ്ശേരിയിലാണ് ഈ ദുരവസ്ഥ. കർണാടകയിൽ നിന്നും താമരശ്ശേരി ചുരം വഴി കേരളത്തിലേക്ക് എത്തുന്ന ലഹരിക്ക് കണക്കില്ല. ഉപയോഗിക്കുന്നവരെയും വിതരണക്കാരെയും പിടികൂടാൻ പ്രത്യേക ഡ്രൈവ് നടക്കുന്നുണ്ടെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വാദം. എന്നാൽ ലഹരി കേസുകൾ പിടികൂടേണ്ട താമരശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസിൽ വാഹനമില്ലെന്ന കാര്യം സർക്കാർ അറിയുന്നുണ്ടോ? ഒരു മുനിസിപ്പാലിറ്റിയും 11 പഞ്ചായത്തുകളും 5 പോലീസ് സ്റ്റേഷനും ഉൾപ്പെടുന്നതാണ് താമരശ്ശേരി എക്സൈസ് റേഞ്ച് പരിധി. ഓരോ ദിവസവും താമരശ്ശേരി മേഖലയിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിരവധി ലഹരി കേസുകളാണ്. പക്ഷെ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യണമെങ്കിൽ സ്വന്തം വാഹനം തന്നെ ഉപയോഗിക്കണം. സർക്കാർ വാഹനം മാസങ്ങളായി കട്ടപ്പുറത്താണ്. ഭൂമിശാസ്ത്രപരമായി തന്നെ മലയോര മേഖലയിൽ പല സംഗതികളിലേക്കും ഇവർക്ക് എത്തിച്ചേരാൻ കേസുകൾ പിടിക്കുമ്പോൾ സമയബന്ധമായി അവിടെ എത്തിച്ചേരുന്നതിനും അതിന് വേണ്ട നടപടി എടുക്കുന്നതിനും ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാരുകൾ ഈ എക്സൈസ് ഓഫീസിൻ്റെ പരിതാവസ്ഥ മാറ്റി ഇതിന് മുന്നോട്ട് പോകേണ്ട. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യം വികസനത്തിന്, അതായത് ജീവനക്കാരുടെ അഭാവം, അതുപോലെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധ പതിക്കണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം. സ്വന്തമായി കെട്ടിടമില്ല. പഞ്ചായത്ത് മത്സ്യ മാർക്കറ്റിനായി നിർമ്മിച്ച കെട്ടിടത്തിലാണ് എക്സൈസ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. 11 ജീവനക്കാരാണ് ഓഫീസിലുള്ളത്. പുതിയ വാഹനത്തിനായി അപേക്ഷ നൽകിയിട്ടും നടപടിയില്ല. 15 വർഷ കാലാവധി കഴിഞ്ഞതോടെയാണ് വാഹനം ഉപയോഗശൂന്യമായത്. അപേക്ഷ നൽകിയാൽ കൊടുവള്ളി സർക്കിൾ ഓഫീസിൽ ജോലി കുറവാണെങ്കിൽ താൽക്കാലികമായി വണ്ടി വിട്ടുകിട്ടും. എന്നാൽ ആവശ്യ സമയത്ത് ഇത് കിട്ടാറുമില്ല. പൊതുജനങ്ങൾ വിവരങ്ങൾ നൽകിയാലും പരിശോധിക്കാനും പറ്റാറില്ല. ലഹരിക്കടിമകളായ യുവാക്കൾ സ്വന്തം അമ്മയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയതും MDMA വിഴുങ്ങി യുവാവ് കൊല്ലപ്പെട്ടതും താമരശ്ശേരിയിലാണ് എന്നതും പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പോരാട്ട പാതയിൽ മുന്നോട്ടു പോകുമ്പോഴാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ എക്സൈസ് വകുപ്പ് നെട്ടോട്ടം ഓടുന്നത്. കട്ടപ്പുറത്തായ ഈ വാഹനത്തിന് പകരം പുതിയൊരു വാഹനം താമരശ്ശേരി റേഞ്ച് ഓഫീസിന് അനുവദിക്കണമെന്നാണ് നമുക്കും ആവശ്യപ്പെടുവാനുള്ളത്. ഷിജു ചവറയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ.